പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 57-ാം ദിവസം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, അനുസരണം അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അനുസരണക്കേട് മൂലമാണല്ലോ പറുദീസ നമുക്ക് നഷ്ടമായത്. തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവകൽപ്പനയെ അനുസരിക്കാതെ മറുതലിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ ആദി മാതാപിതാക്കന്മാർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ദൈവത്തോടുള്ള മറുതലിപ്പാണ് ദൈവകൃപ നമുക്ക് നിരസിക്കപ്പെടാൻ കാരണം. അതിന് ദൈവം തന്നെ അനുസരണയുള്ളവനായി ഈ ഭൂമിയിൽ അവതരിച്ചു. കുരിശുമരണത്തോളം അവൻ അനുസരണയുള്ളവനായി തീർന്നു. ഒരാളുടെ അനുസരണക്കേട് മൂലം പുറത്തായ നമ്മൾ മറ്റൊരാളുടെ അനുസരണ മൂലം അകത്തായി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിൻ്റെ അനുസരണം വഴി നാം ദൈവഭവനത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ പീഡകളും സഹനങ്ങളും ഏറ്റുവാങ്ങി കുരിശുമരണം വരിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് പീഡകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മരണത്തെ തോൽപ്പിച്ചു. അങ്ങനെ എല്ലാറ്റിൻ്റെയും മേൽ വിജയം നേടി. ആരുടെ അനുസരണക്കേട് മൂലം കൃപ നഷ്ടപ്പെട്ടുവോ ആ അനുസരണക്കേട് മാറ്റുവാൻ ക്രിസ്തു തന്നെ അനുസരണയുള്ളവനായി കാണപ്പെട്ടു. അങ്ങനെ ക്രിസ്തു തൻ്റെ അനുസരണം വഴി നമ്മളെ പൂർണ്ണമായും, മനുഷ്യരാശിയെ പൂർണ്ണമായും വീണ്ടെടുത്തു. അങ്ങനെ അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത വഴി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് അനുമതിയുണ്ടായി. എല്ലാ നാവുകളും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. അവൻ്റെ നാമം മഹത്വപ്പെട്ടു. ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല നാവുകളും അവൻ്റെ നാമത്തെ സ്തുതിച്ചു. യേശുക്രിസ്തു കർത്താവാണെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, അനുസരണം അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്, അഭിഷേകമാണ്. യേശയ്യാ പ്രവചനത്തിൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട്, അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഐശ്വര്യം പ്രാപിക്കും, ധിക്കരിച്ചാൽ നിങ്ങൾ വാളിനിരയാകും. ക്രിസ്തുവിൻ്റെ സ്നേഹസാന്ത്വനം അനുഭവിക്കുവാൻ അനുസരണം നമുക്ക് അഭ്യസിക്കാം. അങ്ങനെ അനുസരിച്ചുകൊണ്ട് അഭിഷേകം സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അനുസരണത്തിൻ്റെ അഭിഷേകം തരണമേ. വചനം അനുസരിക്കുവാനും അങ്ങനെ ജീവിക്കാനും എന്നെ പഠിപ്പിക്കണമേ. വചനത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ എന്നെ ഒരുക്കണമേ. അങ്ങയുടെ സ്നേഹസാന്ത്വനം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം
നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.